ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഒന്ന് ട്രിം ചെയ്ത് പ്രൂൺ ചെയ്ത് വെക്കാനുണ്ട്. കാരണം ഇനി വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് മാവുകളൊക്കെ പൂക്കണതും അങ്ങനെ ഒരു മഴയൊക്കെ തീർന്നു ഈ ഡിസംബർ ജനുവരി എന്നൊക്കെ പറയുമ്പോൾ ഒരു തണവും. അപ്പോൾ ആ സമയത്തൊക്കെയാണ് ഈ മാവുകളൊക്കെ പൂക്കുക, റംബൂട്ടാൻ എല്ലാം പൂത്ത് കായൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതിന് മുന്നേ ഇത് ശരിക്കുള്ള മെയിനായിട്ടുള്ള പ്രൂണിങ് അല്ല ശരിക്കും ഈ സീസൺ എന്ന് പറയുന്നത്. കുറച്ച് ചെറിയൊരു സോഫ്റ്റ് പ്രൂണിങ് ചെയ്യണ ഒരു ടൈമാണ്. മെയിനായിട്ട് പ്രൂൺ ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ജൂൺ ജൂലൈ ഒക്കെ മാസത്തിൽ ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നന്നായി ഹാർഡ് പ്രൂൺ ചെയ്യണ ഒരു രീതിയാണ്. അപ്പോൾ നമ്മളുടെ ചെടികൾ കട്ട് ചെയ്യാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ഈ ഒരു തെങ്ങുണ്ടല്ലോ, ഈ പറമ്പിൽ ഇത് ആകെ ഒരൊറ്റ തെങ്ങുള്ളൂ. നമ്മൾ വന്നതിന് ശേഷം വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു 3 വർഷമായി ഉണ്ടാവും. ഇത് മറ്റേ എന്തായിരുന്നു, ഗംഗാബോണ്ടം, അങ്ങനെയാണ് തോന്നുന്നുണ്ട് അതിൻ്റെ പേര്. അതായത് 3 വർഷം കൊണ്ട് കായ്ക്കണ തെങ്ങ്. പക്ഷെ അധികം ഹൈറ്റിലൊന്നും പോയില്ല. നിങ്ങൾക്ക് അറിയുണ്ടാവും, ചിലർക്കൊക്കെ മിക്കവർക്കും അറിയുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ഇപ്പോൾ മിക്കവരും സുലഭമായിട്ട് വീടുകളിൽ വയ്ക്കണതാണ്. കാരണം അത്ര ഹൈറ്റിൽ പോവില്ല. അപ്പോൾ അതിൻ്റെ ഇലയുണ്ടല്ലോ, അത് ഇലയല്ല, അതിൻ്റെ ഓലപ്പട്ട നമ്മളുടെ മാവിൻ്റെ മാവിൻ്റെ 2 തൈകളുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വെയിലത്ര കിട്ടണില്ല. അപ്പോൾ അതൊന്ന് വെട്ടാൻ സാധാരണ ഇതൊക്കെ ചെയ്യണത് നമ്മൾക്ക് പണിക്ക് ഇവിടെ വരുന്ന ഒരു ചേട്ടനുണ്ട്. ആളാണ് ഈ പട്ട വെട്ടുക, വാഴ വെട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇത് നമ്മളുടെ മുരിങ്ങയാണ്. ഇത് യാതൊരു ഉപകാരമില്ലാത്തൊരു മുരിങ്ങയാണ്. ഇതിനും ഏകദേശം ഒരു 3 വർഷം പ്രായമുണ്ട്. ഇതുവരെ ഇത് കായ്ച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ വലിയതായിട്ട് നല്ല ഹൈറ്റിലുണ്ടായിരുന്നു. എന്നിട്ട് ആ ചേട്ടൻ തന്നെയാണ് പറഞ്ഞത്, ഇത് ഇനി കാര്യമില്ല, അത് വെട്ടിക്കോ ചേച്ചി, വേറെ മുരിങ്ങ വാങ്ങിച്ചു വെക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇലയ്ക്ക് വേണ്ടി മാത്രം അതിങ്ങനെ കുറച്ച് ഹൈറ്റിൽ നിർത്തി. അപ്പോൾ കുറച്ച് ഇലകൾ വരും, അപ്പോൾ അത് വേണമെങ്കിൽ കറി വയ്ക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വരുമ്പോൾ ഞാൻ തന്നെ അത് ഒടിച്ച് കളയും, അത്ര ഹൈറ്റിൽ പോകുമ്പോൾ. കാരണം അതും നമ്മളുടെ ചെടികൾക്ക്, മാവിനാണെങ്കിൽ ഈ മാവിനൊക്കെ നല്ല ഷെയ്ഡ് കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ റംബൂട്ടാനുണ്ട്, അതിനും നല്ല ഷെയ്ഡ് കൊടുക്കണ ഒരു ഇതാണ്. ചെറിയ ഇലകളാണ് ഇതിൻ്റെ മുരിങ്ങയെന്ന് വെച്ചാലും. ഇങ്ങനെ എന്താ പറയുക, അടുപ്പിച്ചാണല്ലോ അതിൻ്റെ ഇലകൾ. അപ്പോൾ എങ്ങനെയായാലും അതൊരു ഷെയ്ഡ് തന്നെയാണ്. പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ നമ്മളുടെ മാവിൻ്റെ പ്രൂണിങ്ങിൻ്റെ സമയമാണ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മളുടെ മാവും പ്രൂൺ ചെയ്യാനുള്ള സമയമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്ന് വെച്ചാൽ പ്രൂൺ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഒരു വലിയ കത്രിക ഉണ്ടല്ലോ, അത് എടുത്ത് ഞാൻ ട്രൈ ചെയ്യാൻ നോക്കി. പക്ഷെ അത് പറ്റില്ല. ആ കത്രിക കൊണ്ട് എന്താ പറയുക, നമ്മളുടെ ചെറുവിരലുണ്ടല്ലോ അത്രയും കട്ടിയുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. അതിൽ കൂടുതൽ ഈ മാവിൻ്റെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് കട്ടിയുള്ളതായ കാരണം അത് പറ്റിയില്ല. പിന്നെ ഞാൻ ആദ്യം പോയിട്ട് കത്തിയൊക്കെ എടുക്കുമ്പോൾ എന്താ ഇതാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി അതിനെ സാനിറ്റൈസ് ചെയ്യണം. സാനിറ്റൈസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റവ് ഓണാക്കി തീയിൽ കുറച്ച് നേരം ഒന്ന് പിടിച്ചൊന്ന് ചൂടാക്കി, പിന്നെ ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അത് കട്ട് ചെയ്തെടുക്കാം. നല്ല മൂർച്ചയുള്ളത് നോക്കി എടുക്കണം. പക്ഷേ എൻ്റെ ഈ കത്തി അത്ര മൂർച്ചയൊന്നുമില്ല, അതുകൊണ്ടാണ് ഇത്ര നേരം ഇന്ന് കഷ്ടപ്പെടേണ്ടി വരുന്നത്. അത് മാവിനും അത്ര നല്ലതൊന്നുമല്ല, പക്ഷേ കുഴപ്പമൊന്നുമില്ല. വലിയതിൽ കണ്ടോ ഈ മാവ് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊക്കത്തിൽ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ആ മുരിങ്ങ ഉണ്ടായിരുന്നു മുന്നേ. അപ്പോൾ ആ മുരിങ്ങയുടെ ഷെയ്ഡ് കൊണ്ട് അതിന് സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് ആളിങ്ങനെ പൊന്തി പോയി. ഇത് നമ്മളുടെ മൂവാണ്ടനാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് പൂത്തത്. പക്ഷേ കായ ഉണ്ടായില്ല, അതെല്ലാം കൊഴിഞ്ഞു പോയി. കൊലയിൽ ഒരു 3-4 കണ്ണിമാങ്ങ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കൊഴിഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ കൊഴിഞ്ഞു പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ ഇതാണ് വന്നത്, കേട് വന്ന പോലെ കറുപ്പ പുള്ളികളൊക്കെ വന്നു. അങ്ങനെ പോയി. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കണം. അപ്പോൾ എന്തായാലും ഈ പ്രൂണിങ് കൂടി ആകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് പ്രൂൺ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സാഫോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗിസൈഡ്, സാഫാണ് ഞാൻ സാധാരണ ഇവിടെ വാങ്ങിച്ചു വയ്ക്കുക. അപ്പോൾ എല്ലാത്തിനും നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സിനല്ല, നമ്മളുടെ ചെടികൾക്കാണെങ്കിൽ ഈ ബോഗൻവില്ല ആണെങ്കിലും അഗ്ലോണിമയോ ഇല്ലെങ്കിൽ നമ്മുടെ എന്തായിരുന്നു ഓർക്കിഡോ ഒക്കെ എത്തിനും സാഫാണ് സാധാരണ മഴയുടെ ഒരു സമയത്ത് കൊടുക്കണത്. പിന്നെ നമ്മളുടെ ഒരു പേര, ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. ഈ പേര ഇതുപോലെ തന്നെ ഇങ്ങനെ പൂവാണ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അന്ന് നമ്മൾ ചട്ടിയിൽ നട്ട പേര. അപ്പോൾ അതിൻ്റെയും ഭയങ്കരമായിട്ട് ഹൈറ്റിൽ പോയി. അത് കൊണ്ടുവന്നേക്കാളും കുറേ എന്താ പറയുക, കുറേ പൊടിപ്പുകളും കാര്യങ്ങളൊക്കെ നന്നായി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് മുന്നേ ഞാൻ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ അത് അത്യാവശ്യം നന്നായി എന്താ പറയുക, അതിന് ഇതുകളൊക്കെ വന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ വെട്ടണം. കുഴപ്പമില്ല,
അത് സെറ്റായിക്കോളും. പിന്നെ നമ്മളുടെ ചക്കിയുണ്ട് ഫുൾ ടൈം എൻ്റെ കൂടെ. മില്ലി ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അവൾ നല്ല ഉറക്കമാവും. മില്ലി ഭയങ്കര ഉറക്കക്കാരിയാണ്. ചക്കി പക്ഷേ ഭയങ്കര ആക്റ്റീവാണ്. അതിൻ്റെ ഒരു ഏജിൻ്റെ ഒരു കുട്ടിയാണല്ലോ, അത് കുറുമ്പൊക്കെ കാണിച്ച് നടക്കണ ഒരു പ്രായമല്ലേ, അതുകൊണ്ട് ഫുൾ ടൈം ഉണ്ടാവും. പിന്നെ ഇത് നമ്മളുടെ മിറാക്കിൾ ഫ്രൂട്ടാണ്. അപ്പോൾ ആദ്യം 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളുടെ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടാവാറ്. പക്ഷേ ഇപ്രാവശ്യം കുറേ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ഇത് കിളികൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചുമന്ന് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവർ മറ്റേ കുരുവികളുണ്ടല്ലോ അവരൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോവും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പൊട്ടിച്ചു, കുറച്ച് പൊട്ടിച്ചിട്ട് ഞാൻ പിള്ളേർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും കഴിച്ചിട്ട് ഇത് നമ്മളുടെ കൈതച്ചക്ക നമുക്കറിയാലോ, കൈതച്ചക്ക നമ്മൾ എന്താ പറയുക കഴിച്ചിട്ട് അതിൻ്റെ തല കുഴിച്ചിട്ട് ഉണ്ടായിരിക്കണതാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം നമ്മൾ ഓൾറെഡി കിട്ടി നമുക്ക്. ഇപ്പോൾ അത് രണ്ടാമത്തെയാണ് ഉണ്ടായി വരുന്നത്. പിന്നെ അവിടെ സൈഡിൽ നിന്നൊക്കെ എന്താ പറയുക പൊട്ടി പുതിയ ഇതുകൾ വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച ഒരു സ്ഥലം ഉണ്ടല്ലോ നമ്മളുടെ, അത് ശരിയായില്ല. പക്ഷേ ഇത് ഇവിടെ ഇത്രയും ഇതാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിങ്ങിലല്ല അത് വെച്ചത്. ശരിക്കും നമ്മൾ കൈതച്ചക്കയൊക്കെ ഇതുപോലെ കൊണ്ട് നടുമ്പോൾ നമ്മളെപ്പോഴും വേലിയിലറ്റത്ത് ഇല്ലെങ്കിൽ മതിലിൻ്റെ സൈഡിലൊക്കെയാണ് നടേണ്ടത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ നടക്കണ വഴിയിലാണ്, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് അങ്ങനെ താഴെ നന്നായി ഉറച്ചു നിന്നു. ഇനിയിപ്പോൾ ഞാനിത് അങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറിക്കാനും പറ്റില്ലല്ലോ, അതാണല്ലോ വെട്ടിയെടുക്കേണ്ടി വരും, അപ്പോൾ അത് നശിച്ചു പോകും. അപ്പം അതും ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഉള്ളത് നമ്മളുടെ പ്രൂണിങ്ങിനുള്ളൊരു ചെയ്യാനുള്ളതാണ് നമ്മളുടെ പേരമരം. ഒരു പേരമരം മുന്നേ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ വെട്ടി എല്ലാം മൊട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നല്ല തളിർപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ പേരയും ഇത് നമ്മുടെ വെരിഗേറ്റഡ് പേര, വൈറ്റും ഗ്രീനും ഉള്ളത്. ഇതും നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു മുകളിലത്തെ കൊമ്പുകളും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് നന്നായി എന്താ പറയുക വീണ്ടും നന്നായി പൊടിച്ച് വരുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കായകൾ കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പ്രൂൺ ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ ഈ ഇതും ഉണ്ടല്ലോ ഓരോന്ന് കഴിയുമ്പോഴേക്കും ഇങ്ങനെ നമുക്ക് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ പൊട്ടിക്കാനായിട്ടുള്ള പേരയ്ക്ക് ഉണ്ടാവാറുണ്ട് ഇതുമേ. പക്ഷേ ഇപ്രാവശ്യം എന്തോന്നറിയില്ല, മഴയുടേതാണോ ഇല്ലെങ്കിൽ സീസൺ ആവണുള്ളൂ അറിയില്ല. അപ്പോൾ എന്തായാലും അപ്പം അതിനെയും കുറച്ച് പ്രൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിന് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നമ്മളുടെ വേസ്റ്റിൻ്റെ ഒരു ബക്കറ്റ് ഉണ്ടല്ലോ, ബൊക്കാഷി ബക്കറ്റ് അല്ലാതെ അതിന് മുന്നേ എൻ്റെ ബക്കറ്റ് ഉണ്ടായിരുന്നു. അത് പക്ഷേ നമ്മളുടെ ഇങ്ങനെ എയർ കയറിയിട്ട് അങ്ങനെ പുഴുക്കളൊക്കെ വരും കേട്ടോ. അങ്ങനത്തെ ഒരു സാധനം നമ്മൾ കോഴികൾക്കൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട് ആ പുഴുക്കളെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലുള്ള ബക്കറ്റ് ഉണ്ടായിരുന്നു. അത് ഞാനിതിൻ്റെ കടക്കിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വേസ്റ്റ് കൊണ്ട് ഇതിലിടും. അപ്പോൾ അത് കുറച്ച് എന്നിട്ട് മൂടി വയ്ക്കും. അപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പൈപ്പ് തുറന്ന് വെച്ചിരിക്കുകയാണ് അടിയിലത്തെ. അപ്പോൾ അത് എന്താ പറയുക സ്ലറി ഓട്ടോമാറ്റിക് ഇതിൻ്റെ കടക്കിൽ തന്നെയാണ് വീണത്. അപ്പം നനയ്ക്കുമ്പോൾ അതിൽ കൂടെ പോകും. അത് 3-4 എണ്ണത്തിൻ്റെ കടക്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ പഴയ ബക്കറ്റൊക്കെ വെച്ചിട്ട്. ഇത് നമ്മളുടെ ഈ പേര, സപ്പോട്ട, പിന്നെ എന്തായിരുന്നു പിന്നെ നമ്മളുടെ തെങ്ങുണ്ടല്ലോ, തെങ്ങും തൈ, പിന്നെ എന്തായിരുന്നു റംബൂട്ടാൻ്റെ കടക്കൽ. അപ്പോൾ അങ്ങനെ പിന്നെന്താ ഇവിടുത്തെ ബഹളം കേട്ടപ്പോൾ നോക്കിയതാണ് ഞാൻ. ഇപ്പോഴാണ് നമ്മുടെ കോഴികളൊക്കെ പേടിപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ നല്ല കുട്ടിയാട്ടോ, വിളിച്ച അപ്പോൾ ഓടി വരുവേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.